വഖഫ് ബോർഡിൻ്റെ വിഷയം വീണ്ടും കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. കേരളത്തിൽ വഖഫ് ബോർഡിൻ്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെടുത്തിയും രാജ്യത്തെ പുനഃസംഘടനയെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെയുള്ള പല പല വിഷയങ്ങൾ വന്നപ്പോൾ BJPയിലെ ഷോൺ ജോർജ്, ജനറൽ സെക്രട്ടറിയാണെന്ന് തോന്നുന്നു, ഷോൺ ജോർജ്, പാലായിൽ മത്സരിച്ച് തോറ്റ ഷോൺ ജോർജ് കേസ് കൊടുത്തു. അപ്പോൾ അത് വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ഹൈക്കോടതി മരവിപ്പിച്ചു. ഇതിനെതിരെ വഖഫ് ബോർഡുകാർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. ആ കേസ് തൻ്റെ വാദം കൂടി കേട്ടുകൊണ്ട് മാത്രമേ അതിൽ തീർപ്പാക്കാവൂ എന്ന് പറഞ്ഞ് തടസ്സ ഹർജി കൊടുത്തിരിക്കുകയാണ് ഷോൺ ജോർജ്. ഈ തടസ്സ ഹർജി എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു പ്രയർ കൊടുത്തു, അവർക്കൊരു ആനുകൂല്യത്തിന് വേണ്ടി പ്രയർ കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെയും കൂടി കേൾക്കണം, അല്ലെ എന്നെയും കൂടി കേൾക്കണം, ഞാനും അതിനകത്ത് കക്ഷിയാണ്, എനിക്കും അതിനകത്തൊരു സേ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഹർജിയാണിത്, തടസ്സ ഹർജി. അങ്ങനെ വഖഫ് ബോർഡിന് അനുകൂലമായോ പ്രതികൂലമായോ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തന്നെ കൂടി കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഷോൺ ജോർജ് കേസ് കൊടുത്തിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ വഖഫ് നിയമം, വഖഫ് തത്വം വളരെ മനോഹരമാണ്. ഒരാളിന് തൻ്റെ സ്വത്ത് ഇഷ്ടദാനം കൊടുക്കാം, പള്ളിയുടെ പ്രവർത്തനങ്ങൾ കൊടുക്കാം, ആതുര സേവന പ്രവർത്തനങ്ങൾ കൊടുക്കാം, മറ്റൊരാളിന് വഖഫ് ചെയ്യുക എന്നാണ് പറയുന്നത്, മറ്റൊരാളിന് കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്വത്തിൻ്റെ പുറത്ത് കൊടുത്ത ആളിന് ഒരു അവകാശമില്ല. കിട്ടുന്ന ആളുകൾ ആ പർപ്പസ് തന്നെ ചെയ്യണം എന്നുള്ള ഒരു 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 കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. ഇതൊരു പുണ്യമായ പ്രവൃത്തിയാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ദാനം കൊടുക്കലാണ്. പക്ഷെ അതിനെ ചില സ്ഥലത്തെങ്കിലും ചില രൂപത്തിലെങ്കിലും ചില ഭാവത്തിലെങ്കിലും റിയൽ എസ്റ്റേറ്റുകളാക്കി മാറ്റുക, ഇത് മനുഷ്യർ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്, കേസുകളുണ്ടാകും. ഇപ്പോൾ മുനമ്പം വിഷയം, എറണാകുളത്തെ മുനമ്പം വിഷയം വലിയ പ്രതിസന്ധിയാണ്. കാരണം അവിടെ ഒരു ഫാമിലി ഫറൂഖ് കോളേജിന് സ്ഥലം കൊടുക്കുന്നു. ഫറൂഖ് കോളേജിന് കൊടുത്ത സ്ഥലം പിന്നെ അത് വഖഫ് ചെയ്താന്ന് പറയുന്നു. പിന്നെ അവിടെ കുറേ ആളുകൾ താമസിക്കുന്നു. അത് വഖഫ് ബോർഡ് എടുക്കുന്നു. ആളുകൾ വില്ലേജ് ഓഫീസിൽ ചെന്ന് കരം അടയ്ക്കാൻ നോക്കുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. അത് കുറേ തീരദേശ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ്. വലിയ പ്രതിസന്ധിയാണ് അവിടെ. സമരവും BJPയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ചേർന്ന് വലിയ സമരവും, അവർക്ക് അങ്ങനെ ചെയ്തു കൊടുക്കുക ഇങ്ങനെ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞെങ്കിലും എല്ലാം കൃത്യമായി പരിഹരിക്കപ്പെട്ടില്ല. എന്നാലും ചില നിയമങ്ങളൊക്കെ വന്നു. വഖഫിൻ്റെ ചില നിയമങ്ങൾ രാജ്യത്തുണ്ടായി. ആ നിയമത്തിൽ മുസ്ലിം വിഭാഗം ശക്തമായ ആശങ്ക പ്രകടിപ്പിച്ചു. അങ്ങനെ വഖഫ് നിയമം വളരെ പ്രതിസന്ധിയിലേക്ക് നിൽക്കുമ്പോഴാണ് ഇതുപോലെ ഒരു പുതിയ ചിന്ത വന്നത്, പുതിയൊരു കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് പറയാനുള്ളത്, ഈ ദാനം കൊടുക്കുന്ന പുണ്യപ്രവൃത്തി പോലുള്ള കാര്യങ്ങളിൽ വിവാദങ്ങൾ ഒഴിവാക്കി പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വഖഫ് ബോർഡുകാരും വരണം, സർക്കാരും വരണം, പൊതുവിഭാഗവും വരണം. ഒന്നാമത്തെ വിഷയം, നമ്മൾ തലമുറ പിറകിലോട്ട് അന്വേഷിച്ച് പോയാൽ പല വസ്തുക്കളും പലരുടേതായിരിക്കും. പഴയ കാലത്ത് എൻ്റെ അച്ഛനൊക്കെ അമ്മയോട് പറഞ്ഞതായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഞങ്ങൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മരിച്ചതുകൊണ്ട് പിന്നെ അങ്ങനെ ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഓർത്തിരിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. പണ്ട് കാലത്ത് ഈ വസ്തു പതിച്ചെടുക്കുന്നൊരു പരിപാടിയുണ്ട്. നമുക്കിഷ്ടമുള്ള ഭൂമി കൃഷി ചെയ്യാനും പല രൂപത്തിലുമൊക്കെ ഒരു അതിര് കെട്ടി, നമ്മൾ തന്നെ ആയിരിക്കും അതിര് തീരുമാനിക്കുന്നത്. അയൽവക്കക്കാരെല്ലാം കൂടെ അതിര് തീരുമാനിച്ച് കെട്ടി കമ്പ് വെച്ച് വളച്ച്, മതിലൊന്നുമില്ല, ചെറിയ കമ്പ് വെച്ച് കുറ്റി വെച്ച് വളച്ചെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ കൃത്യമായി നമുക്ക് നമ്മുടേതാക്കി ഉപയോഗിക്കാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ പട്ടയവും കിട്ടും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ഭൂമിയും സർക്കാരിൻ്റേതാണ്. ബാക്കി പട്ടയം കിട്ടൽ മാത്രമേ ഉള്ളൂ. പട്ടയത്തിനും പരമാവധികാരമില്ല. ഒരുപാട് കുഴിക്കാൻ പറ്റില്ല, മൈനിങ്ങുകളുടെ ഓർഡർ വേണം, ഒരുപാട് മണ്ണെടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, ഒരുപാട് നിയമങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വന്തമാണെന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഭൂമി വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, ഒരു വലിയ നിക്ഷേപ വിഷയമാണ്, വലിയ പണം നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലമാണ് ഭൂമി. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡുകാരായാലും സർക്കാരുകളായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളായാലും വളരെ കൃത്യമായ ചില പ്രാക്ടിക്കൽ മെഷേഴ്സിൽ വരേണ്ടതുണ്ട്. ഇത് ദാനം കൊടുത്തതാണ്, പുണ്യപ്രവർത്തനങ്ങൾ കൊടുത്തതാണെങ്കിൽ അതെങ്ങനെ മനുഷ്യർക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിനു കൂടി ഉപദ്രവമില്ലാത്ത കാര്യം ചെയ്യാം. പക്ഷേ ഇതിനകത്തൊക്കെ ഉള്ളൊരു പ്രശ്നം, ഇത് സാമ്പത്തും അധികാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അവിടെ ഉടൻ തന്നെ ഈഗോയും കോംപ്ലക്സും പ്രശ്നങ്ങളൊക്കെ കയറി വരും. പക്ഷെ ഇതൊന്നും ഉണ്ടാകരുത്. നമ്മൾ കോവിഡ് വന്ന് വീണ്ടും ഇപ്പോൾ കോവിഡിൻ്റെ 3ാം
വേരിയൻസ് വരുന്നു എന്നാണ് കേൾക്കുന്നത്. കോവിഡിന് മുന്നിൽ ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് എന്ത് സാധ്യതയാണുള്ളത്? നമ്മുടെയൊക്കെ ജീവിതം വളരെ ലളിതമാണ്. മാക്സിമം പോയാൽ 100 വർഷം, അങ്ങനെ ആരും പോകാറില്ല. അപൂർവം ആളുകളെ പോകാറുള്ളൂ. ഒരു 5% താഴെയാണെങ്കിൽ 100 വയസ്സിലേക്കൊക്കെ പോകും. പിന്നെ ഒരു 2-3% 90 വയസ്സ്, 80, ഇങ്ങനെ 60-70 വയസ്സ് കൊണ്ട് തന്നെ പരമാവധി ആളുകളും, അല്ലെങ്കിൽ 80 വയസ്സിന് താഴെ പരമാവധി ആളുകളും മരിച്ചു പോകും. ആ വർഷത്തെ ജീവിതത്തിന് വേണ്ടി ഈ പറയുന്ന നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന സംഘർഷവും പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് വഖഫ് ബോർഡുകാരും പുനർവിചിന്തനത്തിന് തയ്യാറാകണം, ഗവൺമെൻറ്റും തയ്യാറാകണം. കോടതികളിലിട്ട്, വരാന്തകളിലിട്ട് തല്ലി തീർക്കേണ്ട വിഷയമല്ല ഇത്. ഇതൊരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് തീർക്കണം. ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, സ്വത്തുണ്ടെങ്കിൽ അവർ പുണ്യപ്രവർത്തനങ്ങൾ കൊടുക്കട്ടെ. അതിലൂടെ നാട്ടിൽ ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾ നടക്കും. അതിനാണ് ഈ കഥയൊക്കെ പണ്ട് കാലത്ത് മഹാന്മാരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ പറഞ്ഞു വച്ചത്. തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആശയം അതാണ്. പക്ഷേ നമ്മൾ ഇതിനെല്ലാം അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും പുതിയ മേഖലകളിലേക്ക് കടത്തിവിട്ട് നമ്മൾ വലിയ പ്രതിസന്ധികളിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും പരിഹരിക്കപ്പെടണം. അത് ഒരു കാരണവശാലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. എന്തായാലും വഖഫ് ബോർഡിലെ പ്രശ്നങ്ങൾ തീരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.